ഒരു സാധനമില്ല ഈ പടത്തിനകത്ത്, ഒരു തേങ്ങയില്ല ഈ പടത്തിനകത്ത്. 70 ദിവസത്തെ കളി ഈ സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങളൊരു 60% ആൾക്കാർ ഈ പടം കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. അങ്ങനെ വലിയ സ്റ്റാർ വാല്യൂ ഒന്നുള്ളവന്മാരൊന്നുമല്ല, പക്ഷെ അമ്മമാരെ റൈറ്റ് ഉണ്ട്, അങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരു പടമാണിത്. ഇത് ബേസിക് സിനിമയിൽ ഉണ്ടാകുന്ന ടെംപ്ലേറ്റുകൾ ഒന്നും ഇല്ലാത്തൊരു പടമാണ്. ഒരു സാധനമില്ല ഈ പടത്തിനകത്ത്, ഒരു തേങ്ങയില്ല ഈ പടത്തിനകത്ത്. അങ്ങനെ ഒരു സാധനമില്ല. കാരണം ഇതൊരു ഫ്രെയിമോ, ഒരു നല്ല ഫ്രെയിമില്ല, നല്ലൊരു എഡിറ്റ് എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ക്യാമറ വർക്ക് ഇല്ല ഈ പടത്തിന്. പക്ഷെ ഈ പടം ഒരു എന്താണ് പറയണ്ടേ, ഞാൻ ഈ പടം കണ്ടു കഴിഞ്ഞപ്പം എന്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട് ആ പടം. വളരെ ചെറിയൊരു പ്ലോട്ടുള്ളൂ ഇതിന്. 70 ദിവസത്തെ കളി എന്ന് പറയുന്ന പേരിട്ട് നിങ്ങൾ ഇത് ഏപ്പടായിട്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. മനസ്സ് നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് മൊത്തം മാറും. നിങ്ങളുടെ മൈൻഡ് ഫുൾ അതിനകത്ത് ഉണ്ടാവും. ഇത് ആദ്യം തൊട്ടിട്ട് ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് പടം കണ്ട് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ഡയറക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. അത് കണക്ട് ആയിട്ട് നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പടം മൊത്തം കാണുകയും ചെയ്യും, ആ ഒരു ക്യാരക്ടർ നിങ്ങളുടെ മൈൻഡിൽ കിടക്കുകയും ചെയ്യും. ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, ഇത് ഭയങ്കര ക്രാഫ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെ ഒരു വിഷ്വൽ ട്രീറ്റ് വരുന്ന പടമൊന്നും അല്ലത്. പക്ഷേ കണ്ടന്റ് തന്നെയാണ് ആ പടത്തിന്റെ ഒരു സംഭവം. നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടു നോക്കണം. സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. നമ്മുടെ ചോല, വഴക്ക്, ടോവിനോടെ ഈ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായില്ലേ, ആ പടത്തിന്റെ ഡയറക്ടറാണ്. ഞാൻ നേരത്തെ കണ്ടില്ല, ഞാനിത് ഫസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പടമാണ്. മലയാളം പടം കാണണമെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. റോ ആണ്, ഭയങ്കര റോ പടമാണ്. ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഇത് കണ്ട് നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റ് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ആൾക്കാർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഞാനിത് പറയുന്നവരൊക്കെ ഈ പടത്തെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവരാരും പടം കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ പടം കാണാൻ സമയമുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പടം സിനിമകൾ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഒരു പടം ഉണ്ട്.